ജീവിതം ഒരു യാത്രയാണെങ്കിൽ ചില യാത്രകൾ വലിയൊരു ചരിത്രം കൂടിയാണ്. 1983 21-ാം വയസ്സിൽ ഒരു പിടി സ്വപ്നങ്ങളുമായി കുവൈറ്റിൻ്റെ മണ്ണിലിറങ്ങിയ ഒരു മലയാളി യുവാവ്. അന്ന് തുടങ്ങിയ ആ യാത്ര ഇന്ന് 4 പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ കേവലം ഒരു വ്യക്തിയുടെ വളർച്ച മാത്രമല്ല, മറിച്ച് ഒരു രാജ്യത്തിൻ്റെ തന്നെ അതിജീവനത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും കഥയാകുന്നു. ഇറാഖ് അധിനിവേശത്തിൻ്റെ കനലുകൾക്കും കത്തിയെരിയുന്ന എണ്ണക്കിണറുകൾക്കും സാക്ഷിയായി പ്രതിസന്ധികളെ ചങ്കൂറ്റത്തോടെ നേരിട്ട പ്രവാസി. അൽ റഷീദ് ഗ്രൂപ്പ് എന്ന വമ്പൻ സാമ്രാജ്യത്തിൽ ഒരു സാധാരണ അക്കൗണ്ടൻ്റായി തുടങ്ങി ഇന്നതിൻ്റെ സാമ്പത്തിക ചക്രം തിരിക്കുന്ന CFO പദവിയിലെത്തി നിൽക്കുന്ന പ്രദീപ് മേനോൻ. 43 വർഷം ഒരേ സ്ഥാപനത്തിൽ തുടരുക എന്ന അത്ഭുതത്തിനപ്പുറം ബന്ധങ്ങളെ ചേർത്ത് പിടിക്കാനും മാനുഷിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാനും അദ്ദേഹം കാണിക്കുന്ന മനസ്സ് ഏതൊരു പ്രവാസിക്കും മാതൃകയാണ്. പ്രവാസ ലോകത്തെ ആ വലിയ കരുത്തിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിത വഴികളെക്കുറിച്ചും സംസാരിക്കുകയാണ് പ്രദീപ് മേനോനും കുടുംബവും. കാണാം പ്രവാസം പകർത്തിയ ജീവിതം. പ്രദീപ് മേനോൻ്റെ 43 വർഷങ്ങൾ. എറണാകുളം ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ ചേന്ദമംഗലം ഗ്രാമം കൊച്ചി മഹാരാജാവിൻ്റെ മന്ത്രിയായിരുന്ന പാലിയം കുടുംബത്തിൻ്റെ തറവാട് സ്ഥിതി ചെയ്യുന്ന അതേ മണ്ണിലാണ് പ്രദീപ് മേനോൻ്റെ ജനനവും വളർച്ചയും. അച്ഛനും അമ്മയും 5 സഹോദരങ്ങളും അടങ്ങുന്ന ഒരു വലിയ കൂട്ടുകുടുംബത്തിൻ്റെ സ്നേഹത്തിലാണ് അദ്ദേഹം വളർന്നത്. ചേന്ദമംഗലം ഗവൺമെൻറ് സ്കൂളിലെ പഠനത്തിന് ശേഷം പറവൂർ കേസരി കോളേജിൽ നിന്ന് കൊമേഴ്സിൽ ബിരുദം നേടി. തുടർന്ന് NSS കോളേജിൽ കൊമേഴ്സ് അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. അധ്യാപന ജീവിതം അദ്ദേഹത്തിന് നൽകിയ അച്ചടക്കവും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയുമാണ് തൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. തൻ്റെ 21-ാം വയസ്സിൽ ഒരു പിടി സ്വപ്നങ്ങളുമായി കുവൈറ്റിൻ്റെ മണ്ണിലിറങ്ങിയ യുവാവ് ഇന്ന് 4 പതിറ്റാണ്ടുകൾക്കപ്പുറം ഗൾഫ് രാജ്യങ്ങളിലാകെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന അൽ റഷീദ് ഗ്രൂപ്പിൻ്റെ സാമ്പത്തിക ചക്രവാളങ്ങൾ നിയന്ത്രിക്കുന്ന CFO പദവിയിൽ അദ്ദേഹം എത്തി നിൽക്കുന്നു. വെല്ലുവിളികളെ അതിജീവിച്ച് പടുത്തുയർത്തിയ ആ വിജയഗാഥ പ്രദീപ് മേനോൻ തന്നെ പങ്കുവയ്ക്കുന്നു. ജോലിയുള്ള വിസയൊന്നുമല്ല, ഒരു ഫ്രീ വിസ കിട്ടുക എന്നുള്ള രീതിയിലാണ് വന്നത്. ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ അൽ റഷീദ് ഷിപ്പിംഗ് കമ്പനിയിൽ ഒരു ജൂനിയർ അക്കൗണ്ടൻ്റായിട്ട് 1984 ജോയിൻ ചെയ്തു. 4 ഡിനാർ 3 ചില്ലാൻ ഡിനാറിനൊക്കെ 1000 രൂപ കിട്ടുമ്പോൾ അന്ന് 37-38 ഡിനാർ കൊടുക്കണം 1000 രൂപയ്ക്ക്. നമുക്ക് കിട്ടുന്ന ശമ്പളം 150 140 ഒക്കെ ആയിട്ടാണ് കിട്ടുന്നത്. ആ സമയത്ത് നമ്മൾ ആ ജീവിക്കുന്ന രീതിയും നമ്മുടെ സാമ്പത്തികമായ പ്രശ്നങ്ങളും നമ്മുടെ സാഹചര്യങ്ങളും എല്ലാം നമ്മൾ ഒരു ചലഞ്ചായിട്ട്. ജൂനിയർ അക്കൗണ്ടൻ്റായി തുടങ്ങിയ ഔദ്യോഗിക ജീവിതം അക്കൗണ്ടൻ്റായും പിന്നീട് 1991 ചീഫ് അക്കൗണ്ടൻ്റായും വളർന്നു. ഇന്ന് കുവൈറ്റിന് പുറമെ ഇറാഖ്, സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ തുടങ്ങിയ വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ശാഖകളുള്ള അൽ റഷീദ് ഗ്രൂപ്പിന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായി അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു. 43 വർഷത്തെ ഒരേ സ്ഥാപനത്തിലെ സേവനം അദ്ദേഹത്തെ ഈ ഗ്രൂപ്പിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാക്കി മാറ്റിയിരിക്കുന്നു. നാല് പതിറ്റാണ്ട് നീണ്ട ഒരു പ്രവാസയാത്ര കേവലം ഒരു ജോലിയുടെ കഥ മാത്രമല്ല, അതിജീവനത്തിൻ്റെയും വളർച്ചയുടെയും കൂടിയാണ്. ഇറാഖ് യുദ്ധവും ആഗോള സാമ്പത്തിക മാന്ദ്യവും ഉൾപ്പെടെയുള്ള വൻ പ്രതിസന്ധികൾക്ക് സാക്ഷിയാകുമ്പോഴും തളരാതെ തൻ്റെ സ്ഥാപനത്തെ വളർച്ചയിലേക്ക് അദ്ദേഹം നയിച്ചു. 1990 ഓഗസ്റ്റ് 1-ാം തീയതി രാത്രി ഭവൻസിന്റെ ഇന്നത്തെ ചെയർമാൻ നാട്ടിലേക്ക് പോവായിരുന്നു ബ്രിട്ടീഷ് എയർവേസിന്റെ വിമാനത്തിൽ. അപ്പം ഞങ്ങൾ രാത്രി 12:30 വരെ അങ്ങേരെ കൊണ്ടുവന്നാക്കാനായിട്ട് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അമീരി പാലസിന്റെ അവിടെ എത്തുമ്പോൾ ഒരു 5-6 കോസ്റ്റ്ലി കാറുകൾ ഫാസ്റ്റ് ആയിട്ട് പോവാണ്. അപ്പൊ നമുക്ക് അത്ര പിടുത്തമില്ല ഇതെന്താ സംഭവം എന്നുള്ളത്. നമ്മൾ വീട്ടിലേക്ക് വന്നു. പിന്നെ ഞാൻ പിറ്റേ ദിവസം കാലത്ത് ഓഫീസിലേക്ക് പോകാൻ നോക്കിയപ്പോൾ ഞങ്ങളുടെ വീടിന്റെ താഴെ ടാങ്കുകളൊക്കെ നിൽക്കുകയാണ്. അപ്പോഴാണ് അറിയണത് ഈ കുവൈറ്റില് ഇൻവേഷൻ നടന്നു. യുദ്ധകാലത്തെ കെടുതികൾക്കിടയിലും തന്റെ സ്ഥാപനത്തെ ചേർത്തു പിടിക്കാൻ പ്രദീപ് മേനോന് സാധിച്ചു. യുദ്ധം എല്ലാം തകർത്തെറിഞ്ഞെങ്കിലും കുവൈറ്റ് സ്വതന്ത്രമായപ്പോൾ പ്രദീപ് തിരികെ എത്തി. കത്തിയെരിയുന്ന എണ്ണക്കിണറുകൾക്കിടയിൽ നിന്ന് അദ്ദേഹം തന്റെ സ്ഥാപനത്തെ വീണ്ടും പടുത്തുയർത്തി. ഗ്രൂപ്പിന്റെ ഇന്നത്തെ വമ്പിച്ച വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിക്കാൻ കഴിഞ്ഞുവെന്നത്
അദ്ദേഹത്തിന് വലിയ സംതൃപ്തി നൽകുന്ന കാര്യമാണ്. തീ അണയ്ക്കാനുള്ള ഫയർ ഫൈറ്റിംഗ് യൂണിറ്റ്, ബ്രിട്ടീഷ് ഫയർ ഫൈറ്റിംഗ് യൂണിറ്റിൻ്റെ കൂടെ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം അന്നിവിടെയുള്ള 57 ഓയിൽ വെൽസ് ആണ്, ക്ലിയറായിട്ട് കണക്ക് പറയാൻ പറ്റില്ല, എല്ലാം കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ കൺട്രീസിൽ നിന്നുള്ള ഫയർ ഫൈറ്റിങ്ങിനുള്ള ആൾക്കാരോട് വന്നിട്ടുണ്ടായിരുന്നു. ഈ കൺട്രിയുടെ രണ്ടാമത് ഉയർന്നു വരുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഇവിടുത്തെ നാഷണാലിറ്റീസ് എല്ലാവരും പുറത്തായിരുന്നു. അപ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ അവരെ റീലൊക്കേറ്റ് ചെയ്യാനായിട്ടും എല്ലാം നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കുവൈറ്റ് രണ്ടാമത് ഉയർന്നു വന്നു. 4 എംപ്ലോയീസിനെ വെച്ചിട്ടാണ് ഞങ്ങൾ കമ്പനി രണ്ടാമത് തുടങ്ങിയത്. പ്രവാസ ജീവിതം എന്നത് കേവലം ഒരു വരുമാന മാർഗം മാത്രമല്ല, മറിച്ച് സ്വപ്നങ്ങളുടെയും കഠിനാധ്വാനത്തിൻ്റെയും ഒരു വലിയ യാത്രയാണെന്ന് തെളിയിക്കുകയാണ് പ്രദീപ് മേനോൻ. ഗൾഫിലേക്ക് വരികയെന്നത് തൻ്റെ കാലഘട്ടത്തിലെ എല്ലാവരുടെയും വലിയൊരു സ്വപ്നമായിരുന്നുവെന്നും ആ സ്വപ്നത്തെ ആത്മബോധത്തോടെയും കഠിനാധ്വാനത്തോടും കൂടി എങ്ങനെ സാർത്ഥകമാക്കിയെന്ന് അദ്ദേഹം വിവരിക്കുന്നു. ഗൾഫിൽ വന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് സാമ്പത്തിക ഭദ്രത ആദ്യത്തെ കാര്യം, പിന്നെയാണ് ഉദ്യോഗസ്ഥയിൽ വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ കരിയർ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് ആത്മാർത്ഥമായിട്ട് ഞാൻ അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. ചെയ്യുന്ന ജോലിയോട് ഞാൻ ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട്. ഞാൻ എവിടെ നിന്ന് വന്നു എന്നുള്ളതല്ല, ഞാൻ ആരാകണം എന്നുള്ള ഒരു ഫോക്കസ് ഉണ്ടായിരുന്നു. ആ ഫോക്കസിന് വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ചിട്ടുണ്ടായിരുന്നു, അതിന് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ നിലയിലേക്ക് എത്തിയത്. തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, നേടിയിട്ടേ ഉള്ളൂ. തൻ്റെ കരിയറിലെ വലിയ തിരക്കുകൾക്കിടയിലും കുടുംബത്തെ ജീവിതത്തിൻ്റെ കരുത്തായി ചേർത്ത് പിടിക്കുകയാണ് മേനോൻ. ഭാര്യ രജനിയിൽ നിന്നും വിദേശത്തും സ്വദേശത്തുമായി ഉന്നത പഠനം പൂർത്തിയാക്കിയ സ്വന്തം നിലയിൽ പേരെടുത്ത മക്കളിൽ നിന്നും തനിക്ക് ലഭിക്കുന്ന വലിയ പിന്തുണയെക്കുറിച്ച് അദ്ദേഹം മനസ്സ് തുറക്കുന്നു. എൻ്റെ സപ്പോർട്ട് എന്ന് പറയാനായിട്ട് രജനിയും മക്കളും തന്നെയാണ്. രണ്ടുപേരും ഇവിടെ 12th വരെ ഇവിടെ പഠിച്ചതാണ്, ഭവൻ സ്കൂളിൽ പഠിച്ചിരുന്നു. മൂത്താള് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് സ്വന്തമായിട്ടൊരു മീഡിയ കമ്പനി നടത്താണ് ബാംഗ്ലൂർ. രണ്ടാമത്തെ ആള് കോമേഴ്സ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഫിലിം മേക്കിങ്ങിൽ മാസ്റ്റേഴ്സ് എടുത്തിട്ട് UK ഇപ്പോൾ ഹീസ് വർക്കിംഗ് ദേ. കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം പ്രദീപ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഓഫീസാണ് എൻ്റെ ഫസ്റ്റ് വൈഫ് എന്നാണ് എൻ്റെ അടുത്ത് ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യം. എത്ര തിരക്കാണെങ്കിലും പിള്ളേരുടെ ഓരോ കാര്യത്തിനും എത്ര തിരക്കുണ്ടെങ്കിലും അതൊക്കെ മാനേജ് ചെയ്തിട്ട് ആ അപ്പോയിൻമെൻറ്റ്സൊക്കെ മാറ്റി വെച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എനിക്കൊന്നും തന്നെത്താൻ അയ്യോ ഞാൻ എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യും അങ്ങനെ ഒരു ഫീലിംഗ് വരുത്തിയിട്ടില്ല. ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുന്നതിൽ പ്രദീപ് മേനോൻ പുലർത്തുന്ന താല്പര്യം വിസ്മയിപ്പിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ എപ്പോഴും കൂടെ നിർത്താനും അവരുമായി സമയം ചെലവഴിക്കാനും അദ്ദേഹം കണ്ടെത്തുന്ന വഴികൾ പ്രശംസനീയമാണ്. ആൾക്കാരെ ക്ലോസ് ആയി കൊണ്ടുവരിക്കാൻ പറ്റുന്ന ഒരു കഴിവ്, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിരിക്കുന്നത്. ഇവിടെ പ്രദീപിൻ്റെ കുറേ കസിൻസ് ഉണ്ട്. 5 ബ്രദേഴ്സിൽ 4 പേരും ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ അതല്ലാണ്ട് കുറേ കസിൻസ് ഉണ്ട്. ഈ കസിൻസിനെ എല്ലാം അടുത്തേക്ക് കൊണ്ടുവരാനും ഒരു 19 പേരുണ്ട് ഇവരെ കസിൻസ് മാത്രമായിട്ട്. അപ്പോൾ ഈ 50 പേരെയും എല്ലാ മാസം ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് എന്തെങ്കിലും മീറ്റ് ചെയ്യിപ്പിക്കുക, അതൊക്കെ പ്രദീപിൻ്റെ കഴിവാണ്. ഹീ ഈസ് ഓൾവേസ് ലൈക്ഡ് ഇറ്റ്. എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ഒക്കേഷൻ കണ്ടുപിടിക്കാൻ നോക്കും എല്ലാവരെയും വിളിച്ചു വരുത്താനും. വിജയത്തിന്റെ കൊടുമുടികൾ കീഴടക്കുമ്പോഴും മേനോൻ തന്റെ വേരുകൾ മറന്നില്ല. ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയരുതെന്ന ആപ്തവാക്യം മുറുകെ പിടിച്ച അദ്ദേഹം സാമൂഹിക സേവന രംഗത്തും സജീവമാണ്. പ്രവാസ ലോകത്തെ നിരവധി സംഘടനകൾക്കും വ്യക്തികൾക്കും അദ്ദേഹം ഇന്നും താങ്ങായി നിൽക്കുന്നു. ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് മറ്റേ കൈ കൊണ്ട് അറിയാൻ പാടില്ല എന്ന് പറയുന്ന മാതിരിയുള്ള ഒരിതാണ്. നമുക്ക് കഴിയാൻ പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ ഈ സംഘടനകൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അത് വ്യക്തിപരമായിട്ടാണെങ്കിലും ഒരു കമ്പനിയുടെ പേരിലാണെങ്കിലും നമ്മൾ അതിൽ ഇൻവോൾവ് ആവാറുണ്ട്. കഴിയുന്നത് ചെയ്യാം. അത് ആദ്യം വീട്ടിൽ നിന്ന് തുടങ്ങണം, പിന്നെ സൊസൈറ്റിയിലേക്ക് പോകണം. അത് നമ്മൾ കൊട്ടിഘോഷിക്കേണ്ട കാര്യങ്ങളില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ദീർഘകാലത്തെ പ്രവാസ ജീവിതത്തിന് വിരാമമിട്ട് നാട്ടിലേക്ക് മടങ്ങുന്നതിനെ കുറിച്ച് ഗൗരവകരമായി ചിന്തിക്കുകയാണ് പ്രദീപ്. മടങ്ങിച്ചെന്നാൽ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരവും അദ്ദേഹത്തിൻ്റെ പക്കലുണ്ട്. തൻ്റെ പഴയകാല സൗഹൃദങ്ങളെയും സാമൂഹിക പ്രവർത്തനങ്ങളെയും കൂട്ടുപിടിച്ച് സജീവമായ ഒരു വിശ്രമ ജീവിതമാണ് അദ്ദേഹം സ്വപ്നം കാണുന്നത്. അതാ എപ്പോഴും പറയില്ല, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ എന്തെങ്കിലും അവരുടെ കൂടെ എന്തെങ്കിലും ചെയ്യും, അമ്പലത്തിൽ പോവും, അമ്പലത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ വല്ല സോഷ്യൽ വർക്കിന് ഞാൻ പോവും.
അവിടെ റോട്ടറി ഉണ്ട്, അല്ലെങ്കിൽ റെഡ് ക്രോസ് ഉണ്ട്, അങ്ങനെ വല്ല സോഷ്യൽ വർക്കിന് പോവും. അപ്പോൾ അത് കാരണം ഹീസ് മെൻ്റലി പ്രിപ്പയർഡ്. അവിടെ പോയിട്ട് ഇതൊക്കെ ചെയ്ത് സമയം കളയാൻ പറ്റും, അങ്ങനെ വെറുതെ വീട്ടിലിരിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞിട്ട് ഹീസ് മെൻ്റലി പ്രിപ്പയർഡ്. സോ ഹോപ്പ്ഫുള്ളി അങ്ങനെ തന്നെ നടക്കുമെന്ന് വിചാരിക്കാം. തൻ്റെ അനുഭവ സമ്പത്ത് കൊണ്ട് ഇന്നും കർമ്മരംഗത്ത് സജീവമായി തുടരുന്ന ഈ ചേന്നമംഗലക്കാരൻ പുതിയ തലമുറയിലെ പ്രവാസികൾക്ക് നൽകുന്നത് വലിയൊരു പാഠമാണ്. ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥതയും മനുഷ്യരോടുള്ള കരുതലുമുണ്ടെങ്കിൽ ഏതൊരു മണലാരണ്യവും നമുക്ക് മുന്നിൽ കീഴടങ്ങുമെന്ന പാഠം. വരും വർഷങ്ങളിലും അതേ പ്രസരിപ്പോടെ മേനോൻ തൻ്റെ വിജയയാത്ര തുടരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.